ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ബർത്ത്ഡേ ആണ്. ഇന്നല്ല നാളെ. അപ്പോൾ നമ്മൾ 12 മണിക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അതേ ഓൾറെഡി ഞാൻ തയ്ച്ച ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹാൻഡ് മെയ്ഡായിട്ട് കുറച്ച് സാധനങ്ങൾ. എഫേർട്സ് മാറ്റേഴ്സല്ലോ ഗൈസ്, പൈസേനേക്കാളും അതല്ലേ നല്ലത്. പിന്നെ ഒരു ½ kg ബർത്ത്ഡേ ആകുമ്പോൾ കേക്കൊക്കെ വേണമല്ലോ. ഒരു ½ kg വാങ്ങി ചോദിച്ചാൽ ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് ആൾക്കാർ മീൻസ് നമ്മൾ 4 പേര് പിന്നെ താഴത്തെ തന്നെ നമ്മുടെ പയ്യന്മാരൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ½ kg ബട്ടർ സ്കോച്ചൊക്കെ വാങ്ങി ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നൊക്കെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ച ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കടയിൽ പോയി കുറേ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ബൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ 2-3 ഗിഫ്റ്റ് അതിനൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യണ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ബൊക്കെയൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ഈ കമ്മൽ ഗോൾഡ് ഒന്നും വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വാങ്ങി. നമുക്ക് അങ്ങനെ വലിയ സാധനങ്ങളൊന്നും അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. നമുക്കിങ്ങനെ കമ്മൽ, വള, ഗൈസ് മറ്റേ കുപ്പിവള വാങ്ങണമെന്ന് വിചാരിച്ചു, മറന്നുപോയി. പിന്നെ ഞങ്ങൾ കിൻഡർ ജോയ് മിഠായിലൊക്കെ വെച്ച് ബൊക്കെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്തു. എന്നപ്പോഴും അതൊരു സങ്കടം ഇല്ലാതില്ല. പിന്നെ കിറ്റ്കാറ്റും കിൻഡർ ജോയൊക്കെ വെച്ച് നമ്മൾ ഒരു തട്ടിക്കൂട്ട് ബൊക്കെയൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് മാറ്റി വെച്ച് ഗൈസ്. ഒരു അമ്പലത്തിൽ വരുന്നതിന് മുമ്പ് നമുക്ക് സെറ്റ് ചെയ്യണമല്ലോ. ഇന്ന് 12 മണിക്ക് നമ്മൾ അമ്മേൻ്റെ സർപ്രൈസ് ആണ്. നമ്മുടെ ബർത്ത്ഡേ ജീവിതത്തിൽ കിട്ടിയ സർപ്രൈസ് എൻ്റെ പ്ലാനാണെങ്കിലും ഇപ്പോൾ ജീവൻ്റെ പ്ലാനായിട്ടാണ് ബർത്ത്ഡേ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെക്കൻ്റെ ഡെഡിക്കേഷൻ ഒന്നും പറയാനുള്ള കേസ്. 10 മണി 9:30 ആയപ്പോൾ വീട്ടിൽ വന്ന് പഠിക്കണമെന്ന് പറഞ്ഞ പൊക്കത്തിന് ശേഷം 10 മണിക്ക് അമ്മ വന്നപ്പോൾ 10 കേസ് 9:45 അമ്മ വന്നു. അതിനുശേഷം ചെക്കൻ ഒളിച്ചിരുന്ന് അമ്മ ഒളിച്ചിരുന്ന് വീട്ടിൽ എല്ലാം സെറ്റാക്കി കേസ്. ഒളിച്ചിരുന്ന ഡെഡിക്കേഷൻ ഗൈസ്, 1 മണിക്കൂർ വരെ ഒളിച്ചിരുന്നത് ഗൈസ്. ചെക്കൻ്റെ ഡെഡിക്കേഷൻ ഒരു വിഷയമാണ് ഗൈസ്. ചെക്കൻ വിഷയമാണ് സെയിലിട്ടുണ്ട്. ഞങ്ങൾ ഡെഡിക്കേഷൻ കണ്ടു, ഫ്ലാഷിലാണ് അമ്മക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. സോ നമ്മൾ ലൈറ്റ് ഇട്ട് എന്തായാലും നമുക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ച് അമ്മ കേക്ക് വാങ്ങിക്കാം. അപ്പം അമ്മ പറഞ്ഞ പൈസ ഇല്ല. പിന്നെ അമ്മയുടെ ഡ്രസ്സ് എടുക്കും. അപ്പം അമ്മ നമ്മുടെ പൈസ ഇല്ല, ബഡ്ജറ്റ് ഓക്കെ. ഇവളുടെ ബർത്ത്ഡേ March 21 ആണ്, അതിന് മുറിക്കാമെന്ന് പറഞ്ഞു. ബട്ട് നമ്മൾ സെറ്റാക്കി, കേക്കൊക്കെ സെറ്റാക്കി. ആലോചിക്കണം ഗൈസ്, ഈ ചെക്കന്മാരെ ഗിഫ്റ്റ് സെറ്റാക്കുന്നുണ്ട് ഗൈസ്. അല്ലേടാ ചുട്ടുപൊളി. അതെ പൊളിക്കും ഗൈസ്, അങ്ങനെ ഞങ്ങൾ പൊളിക്കും ഗൈസ്. ഇപ്പം ഞാൻ പറയാൻ പോണെന്ന് വെച്ചാൽ ഡെക്കറേഷൻ ചെയ്യണത് എടുക്കാൻ മറന്നുപോയത്. ബിക്കോസ് അമ്മ കിടന്നത് ഉറങ്ങിയിട്ടുണ്ടായില്ലെന്നൊന്നും കൺഫേം ആയിട്ടുണ്ടായില്ല. അമ്മ എന്തൊക്കെയോ വേഗം പയ്യെ സൗണ്ടൊക്കെ ഉണ്ടാക്കാണ്ട് ചെയ്തപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി ഗൈസ്. അമ്മേനെ വിളിക്കാനാണ് 12 മണിയായപ്പോൾ. ഗൈസ് സൗണ്ടൊക്കെ ഉണ്ടാക്കി ആകെ അലമ്പാക്കി, ഫോണൊക്കെ തട്ടിക്കളഞ്ഞ് ആകെ പോകുകയായിരുന്നു. പിന്നെ അതേ അമ്മ ഇറങ്ങി വരുന്നു ഗൈസ്. Happy birthday to you. Happy birthday to you. Happy birthday dear Amma. Happy birthday to you. Come on. ഗൈസ്, ഇനി നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് സെറ്റൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ബാക്കിലെ ഡെക്കറേഷൻ ഒന്നും അമ്മ കണ്ടില്ല. അത് പിന്നെ നമ്മൾ കാണിച്ചു കൊടുത്തപ്പോഴാണ് അമ്മ അതൊക്കെ നോക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇപ്പം എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ തയ്ച്ച എൻ്റെ ഡ്രസ്സ് അമ്മേൻ്റെ ഡ്രസ്സ് ഹുബിയാണ്. അമ്മക്ക് ബർത്ത്ഡേ കഴിഞ്ഞ സർപ്രൈസ് ആയിട്ട് തയ്ച്ച ഡ്രസ്സാണ്. മിക്കവാറും ഡ്രസ്സുകളിൽ നമ്മൾ കുറ്റം കണ്ടുപിടിക്കാറാണ് പതിവ്. ഇത് ശരിയായില്ല, അത് ശരിയായില്ല, അങ്ങനെയൊക്കെ. കാരണം ഞാൻ എന്ത് ചെയ്താലും പൊട്ടറ്റൊക്കെ സോറി ഗൈസ്, വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഡ്രസ്സ് ഇനിയിപ്പം അമ്മ എന്താ ഡ്രസ്സൊക്കെ ഇടാൻ പോകുന്നു. ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. കേക്കൊക്കെ സെറ്റ് ചെയ്യാനുണ്ടോ, നമ്മൾ നൈഫൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അമ്മ ഡ്രസ്സൊക്കെ ഇട്ട് കറക്റ്റാണ് അമ്മ ഡ്രസ്സ് ഇട്ട് ഞാൻ തയ്ച്ചില്ല സെറ്റായിരുന്നു. അമ്മക്കും ഇഷ്ടപ്പെട്ട ആ ഡ്രസ്സ്. പോണില്ലേ അമ്മ ആദ്യം അമ്മ കഴിക്കും സ്വയം. അനുവക്കോ ഫോണില്ലേ അനുവിനൊന്നും കൊടുക്കണില്ല പണ്ട് അത് കൊടുക്കാൻ പോയി വാങ്ങി. വൈബ് ഇല്ല വൈബ് കുറച്ച് മുഖത്തും തേച്ചെടുക്കമ്മ. പൊക്കെ പ്രണവ് മൂത്തയച്ചു പോയി. അതിന്റെ ഇടയ്ക്ക് ഒരു വൈറ്റ് പൂ പോയി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അമ്മയൊന്നും കണ്ടില്ലെന്ന്. അപ്പം അമ്മ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി അന്താളിച്ച് നിൽക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഗിഫ്റ്റ് ഗിവിങ് ആണ് ഗൈസ്. ഓരോരുത്തരുടെ കൈ കൊണ്ട് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ അപ്പം ഗിഫ്റ്റ് കൊടുക്കുന്നില്ല. അപ്പൻ്റെ വകയാണ് കേക്ക്, പിന്നെ എൻ്റെ വകയാണ് ഡ്രസ്സ്. അതുകൊണ്ട് ഞങ്ങളൊന്നും ഇങ്ങോട്ട് കാണില്ല. ബാക്കിയുള്ള ആൾക്കാരുടെ കുഞ്ഞു കുഞ്ഞ് സ്നേഹ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞു ഇപ്പം അമ്മമാരുടെ ആവേശം കണ്ടിട്ടാണ് ഗൈസ് ഞങ്ങൾക്കൊരു ത്രില്ല് തോന്നി തുടങ്ങിയ ഗിഫ്റ്റ് ആ പരിപാടിയൊക്കെ ഒന്നും കൂടി കളറാക്കി സെറ്റ് ചെയ്യാൻ. കാരണം അവന്മാരുടെ നമ്മുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ സർപ്രൈസ് പറഞ്ഞപ്പോൾ അവന്മാരുടെ ഒരു സന്തോഷം കാണണമായിരുന്നു ഗൈസ്. നമുക്ക് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. പിന്നെ അമ്മ ഓരോരോ ഗിഫ്റ്റൊക്കെ ആയിട്ട് എന്താ പറയുക ഓപ്പണൊക്കെ ചെയ്ത് വലിയ വലിയ ഗിഫ്റ്റൊന്നുമില്ല ഗൈസ്. നമ്മളെ കൊണ്ട് കുട്ടിയൊക്കെ കൊടുന്ന കുഞ്ഞു കുഞ്ഞ് സമ്മാനങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തത്. കണ്ടോ അവന്മാരൊരു 100 രൂപ ഒപ്പിക്കാൻ പറ്റിയ സാമഗ്രികളൊക്കെ ഒപ്പിച്ചു. കമ്മൽ വാങ്ങിച്ചു, പിന്നെ മറ്റേ എന്താ പറയുക ക്ലിപ്പ് ബനാന ക്ലിപ്പില്ലേ ചെറുത് അതൊരെണ്ണം, പിന്നെ മിഠായി വാങ്ങിച്ചിട്ട് അത് പാക്കറ്റൊക്കെ പൊട്ടിച്ച് അൺബോക്സ് ചെയ്ത് അതിൻ്റെ അകത്തിട്ട് അങ്ങനെയൊക്കെ അവന്മാരെ കൊണ്ടാവുന്നത് അവന്മാർ ചെയ്തു. പിന്നെന്താ മിഠായി കൊടുക്കലായി കഴിക്കലായി. പിന്നെ ഈ കുഞ്ഞു ബോക്സിൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ കാണിച്ച കമ്മലില്ലേ ആ കമ്മല് സെറ്റ് ചെയ്തതാണ്. ആ കുഞ്ഞു പൗച്ച് കണ്ട ഗൈസ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അമ്മ ഇട്ടേക്കണമെന്ന് സെയിം കമ്മല തന്നെയാണ്. എനിക്ക് തോന്നിയാലും അത് വാങ്ങാൻ പറ്റും, പക്ഷെ വേറെ ഒന്നും ഉണ്ടായില്ല ഗൈസ്. നമ്മളില്ല അവസാന നിമിഷത്തിൽ മറ്റേ പിടച്ചൂത്തി വരണൊക്കെ വാങ്ങുമ്പോൾ പിന്നെ എല്ലാ കടലിലൊന്നും കയറാൻ സമയം കിട്ടൂല. പിന്നെ ഇത് ഗൈസ് ഐഫോണാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നുണ്ട്, പക്ഷെ അല്ല നമ്മൾ നേരത്തെ റാപ്പ് ചെയ്ത പേഴ്സാണ് ഗൈസ്. ഇത് ദിവളാണ്. ഇപ്പൊ കണ്ടോ ദിവളാണ് ഐഫോൺ പ്രോ മാക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നത്, പക്ഷെ അല്ല പേഴ്സാണ് ഗൈസ്. നമ്മളെ കൊണ്ട് അതൊക്കെ ബഡ്ജറ്റിൽ ഒതുങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ കാണുക. അത്രയൊക്കെയല്ലേ ഉള്ളൂ. ഇത്രയൊക്കെയുള്ള വീഡിയോ. ബാക്കി ഔട്ട്ഡോർ എടുത്തില്ല. നമ്മൾ എല്ലാവരും ഉള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷോർട്സ് എടുത്തിട്ടുണ്ട്. അത് കണ്ട് കാണുന്നവർക്ക് നോക്കിയാണ്, അല്ലാത്തവർ ആ ഷോർട്സ് കണ്ടാൽ മനസ്സിലാവും നമ്മളെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. നമുക്ക് പേഴ്സും ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ. അപ്പോൾ ഗൈസ് അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഔട്ടോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഉറക്കം ചെയ്തോണ്ടേ.